റസൂൽ ഖുർആനും സുന്നത്തും പഠിപ്പിച്ചിട്ടാണ് അവരെ ശുദ്ധീകരിച്ച്. ഒരൊറ്റ മിനിറ്റ് പ്രത്യേകങ്ങളൊന്ന് ശ്രദ്ധിക്കുക. 33-ാം അധ്യായം സൂറത്ത് അഹ്സാബിലെ 34-ാമത്തെ വചനം എന്താ പറയുക? നിങ്ങൾ ഇന്ന് വീട്ടിൽ ചെന്നിട്ട് നിങ്ങളതൊന്ന് എടുത്തു നോക്കുമോ? 33-ാം അധ്യായം സൂറത്ത് അഹ്സാബിലെ 34 ഒരു മുസ്ലിമിൻ്റെ വീടിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്ന് വീട് ഇരുട്ടിൻ്റെ കേന്ദ്രമാണ്. വീട്ടിലെല്ലാ ഹറാമും, എല്ലാ റൂമിലും എല്ലാ നിലക്കുള്ള ഹറാമും നടക്കുന്നുണ്ട്. മൊബൈലിലൂടെ എല്ലാ തിന്മയും. ഉമ്മമാരോട് ഞാൻ പറയട്ടെ, ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ബാപ്പയും മൊബൈൽ 24 hours ഇങ്ങനെ കളിക്കുക. ഇങ്ങനെ കളിക്കുന്ന ഒരാളെടുത്ത് വന്നിട്ട് മക്കൾ എന്തെങ്കിലും ഒരു സങ്കടം പറയുമോ? മോന് സ്കൂളിൽ നിന്ന് വരുമ്പോൾ ആരോടോ കണ്ണിനടി കിട്ടിയിട്ട് കണ്ണൊക്കെ ചോര ഇറങ്ങിയിട്ടാണോ വരുന്നത്. അസ്സലാമു അലൈക്കും ഉപ്പച്ചേ എന്ന് പറയുമ്പോൾ ഉപ്പതിങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുക. ആ കുട്ടിൻ്റെ മുഖത്ത് അയാൾ നോക്കിയില്ല. ഉമ്മാൻ്റെ അടുത്തുനിന്ന് ഉമ്മ അടുക്കള കൊലായിൽ ഇരുന്ന് തോണ്ടുക. ആ കുട്ടി സകല വിഷമത്തോടെയും പോയിട്ട് കിടക്കുക. ഒരു സങ്കടം പറയാൻ ഉമ്മയില്ല, ഇപ്പയില്ല. ഉമ്മ ഇപ്പയും വീട്ടിലുണ്ടായിട്ട് പോലും ഉമ്മ ഇപ്പയില്ല. എത്ര ഭീകരമാണ്, എത്ര ഭീകരമാണ്. ആ ഉഷ നല്ലൊരു എഴുത്തുകാരിയാണ്. മാതൃഭൂമിയിൽ അവർ ലേഖനം എഴുതി. ഞാൻ ഈ സദസ്സിൽ സങ്കടത്തോടു കൂടി പറയാം, ചില സ്കൂളുകളിലെ കുട്ടികൾ SLC മുതൽ +2 വരെയുള്ള പെൺകുട്ടികൾ സ്കൂൾ വിട്ടിട്ട് വീട്ടിൽ പോകുന്നില്ല. അവർ 4 മണിക്ക് സ്കൂൾ വിട്ടാൽ 7 മണി വരെ സ്കൂളിൻ്റെ പരിസരത്ത് ഇങ്ങനെ നടക്കുക. കുറേ സ്ഥലത്തിരിക്കും, കുറേ അവിടെ ഇങ്ങനെ നടക്കും. അങ്ങനെ ഇത് വന്നപ്പോൾ അധ്യാപകരും ബാക്കിയുള്ളവരൊക്കെ ശ്രദ്ധിച്ചു. ഈ പെൺകുട്ടികളെ വിളിച്ചു വരുത്തി ഉഷ അവരെ കൗൺസിൽ നടത്തുക. അപ്പം അതിലൊരു പെൺകുട്ടി എഴുന്നേറ്റ്, ഉമ്മമാർ ശരിക്ക് ശ്രദ്ധിച്ചോളേ, ഉമ്മമാർ ശരിക്ക് ശ്രദ്ധിച്ചോളേ. ഈ കുട്ടികളിൽ ഒരു പെൺകുട്ടി ഉഷനോട് എന്താ പറയുന്നറിയോ? മേഡം, ഞങ്ങൾ സ്കൂളിൽ നിന്ന് വീട്ടിൽ പോകാത്ത ഞങ്ങൾ തെമ്മാടിത്ത് ആഗ്രഹിച്ചിട്ടൊന്നുമല്ല, വീട്ടിൽ പോയാൽ ഞങ്ങൾ പഴച്ചു പോകുന്നുള്ളതുകൊണ്ടാണ് വീട്ടിൽ പോകാത്തത്. ഒരു പെൺകുട്ടിയുടെ നൊമ്പര, അനേക പെൺകുട്ടികളുടെ നൊമ്പര. അപ്പം വിശ്വസിച്ചു വീട്ടിൽ പോയാൽ പഴക്കേ, ഞങ്ങളുടെ വീട്ടിലെ ഞങ്ങൾ സുരക്ഷിതരല്ല. അതിന് കുട്ടികളുടെ കാരണം പറഞ്ഞാൽ എന്താ അറിയോ? ഞങ്ങളുടെ അച്ഛനും അമ്മയും ജോലിക്ക് പോകും. ഞങ്ങളുടെ അച്ഛനും അമ്മയും ജോലിക്ക് പോകും. അമ്മ 7 മണിക്കാണ് വരിക, അച്ഛനൊരു 9 മണിയാവും. ഇതറിയാവുന്ന ചില ആൺകുട്ടികൾ ഞങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്ക് വീട്ടിലെത്തും. ആദ്യമൊക്കെ വന്ന് വെറുതെ ഇരുന്ന് അച്ഛനില്ലല്ലേ അമ്മ ഇല്ലല്ലേ എന്നൊക്കെ ചോദിച്ചു അവരുടെ പോകും. പിന്നെ വരുന്ന ഒരു ചോക്ലേറ്റ് ആയിട്ടാണ്. പിന്നെ ഒരു കൊലായിൽ ഇരിക്കാൻ തുടങ്ങി. പിന്നെ ഒരു റൂമിലേക്ക് കയറാൻ തുടങ്ങി. അതുകൊണ്ട് പേടിച്ചിട്ടാ. അച്ഛനും അമ്മയും അതിൽ അമ്മ ജോലിക്ക് പോയി തുടങ്ങിയത് കൊണ്ട് ലോകത്തുണ്ടായ ഏറ്റവും വലിയ ദുരന്തം എന്നറിയോ? ഇത് പറയുമ്പോൾ എല്ലാവർക്കും പൊള്ളും, എല്ലാ വിശ്വാസിക്കും. എന്താ ഓലെ ഭാര്യമാരൊക്കെ പോകുന്നുണ്ട്. ഞാൻ അവരെ കുറിച്ചൊന്നല്ല പറയേ. നിങ്ങൾ മിഖായേൽ ഗോർബച്ചോവ്, അതായത് ഇഞ്ച മൂത്താപ്പൻ്റെ മോനല്ല, അല്ല, റഷ്യയിലെ വലിയൊരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയായിരുന്നു ഗോർബച്ചോവ് ലോകത്തോട് പറയുന്നതെന്നറിയോ? ഞങ്ങൾ പെണ്ണുങ്ങളെയൊക്കെ തെരുവിലിറക്കി, ആണുങ്ങളെപ്പോലെ ഞങ്ങൾ പെണ്ണുങ്ങളെ തെരുവിലിറക്കി. പെണ്ണുങ്ങളെ തെരുവിലിറക്കിയപ്പോൾ എന്തുണ്ടായി? 10 കൊല്ലം കൊണ്ട് ഞങ്ങൾക്കൊരു കൂതിപ്പെട്ടു. ആ തെരുവിലിറക്കിയ സ്ത്രീകളുടെ മക്കളൊക്കെ കൊയഞ്ഞാട്ട കുത്തിപ്പോയതായിട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റി. ഉമ്മാൻ്റെ അമ്മയുടെ മടിത്തട്ടിൽ വളരേണ്ട മക്കൾക്ക് മാതൃസാന്നിധ്യമില്ലാത്തതിൻ്റെ പേരിൽ ഒരു രാഷ്ട്രത്തിന് പറ്റാത്ത കുറേ പൗരന്മാരുണ്ടായി. അതുകൊണ്ട് ഞങ്ങൾ സ്ത്രീകളെ തിരിച്ചു പിടിക്കുന്നു വീട്ടിൽ ഉമ്മയാകാൻ. ഞാൻ ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളോട് കാര്യം പറയട്ടെ, ആണുങ്ങളാണോ കൂടുതൽ പഠിക്കേണ്ടത്, പെണ്ണുങ്ങളാണോ? ഇവിടെയുള്ള ആണുങ്ങളൊരു മറുപടി പറഞ്ഞട്ടെ. നിങ്ങളെ വാദം എന്താ? പെണ്ണാണോ കൂടുതൽ പഠിക്കേണ്ട, ആണാണോ പെണ്ണാണോ? നിങ്ങൾ പറഞ്ഞോളി. പെണ്ണെന്ന് അഭിപ്രായമുള്ളവരൊന്ന് കയ്യൊന്നിക്ക് ആണുങ്ങളെ കൂട്ടത്തിൽ. ശരി, നിങ്ങൾ സ്ത്രീകളോട് ആണാണോ കൂടുതൽ പഠിക്കേണ്ടത്, പെണ്ണാണോ? സ്ത്രീകളൊന്ന് കൈമന്തി. പെണ്ണാണെന്ന് അഭിപ്രായമുള്ളവരൊന്ന് കയ്യൊന്നിക്ക്. പെണ്ണാണ് കൂടുതൽ പഠിക്കേണ്ടതെന്ന് അഭിപ്രായമുള്ളവർ പൊന്തിച്ചൂടി. അഭിപ്രായമുള്ളവർ ശരിക്കും പൊന്തിക്ക്. എന്നാലേ ഇന്നൊരു നിലപാടെടുത്തോളി. ലോകത്ത് ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് ആണല്ല, പെണ്ണാ. എന്തുകൊണ്ട്? അൽ ഉമ്മു മദ്രസത്തുന്ന. എന്താ വാപ്പ അറിയാത്ത? ഞാൻ നിങ്ങളോട് മൗലാന മുഹമ്മദ് അലി ജൗഹറിൻ്റെ ഉമ്മാനെ പറ്റി, ബിയുമ്മനെ പറ്റി നിങ്ങൾ വല്ലതും കേട്ടിട്ടുണ്ടോ? ഗാന്ധിജി പറയുന്നത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്ര നോളജ് ഉള്ളൊരു ഉമ്മാനെ ഞാൻ കണ്ടിട്ടില്ല, ഇത്ര തൻ്റെ ഇടമുള്ളൊരു ഉമ്മാനെ ഞാൻ കണ്ടിട്ടില്ല. ആ സ്ത്രീ ആ മക്കളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വിട്ടതും വലിയ ആളുകളാക്കിയത് ആ ഉമ്മയാ. ദീന് പഠിപ്പിച്ചതും ദുനിയാവ് പഠിപ്പിച്ച ആ ഉമ്മയാ. ഗാന്ധിജീനെ അമ്മ പഠിപ്പിച്ചിട്ടാ ഗാന്ധിജി ആയത്. നെഹ്റുവിനെ അമ്മ പഠിപ്പിച്ചിട്ടാ. തോമസ് ആൽവ അമ്മ പഠിപ്പിച്ചിട്ടാ. പക്ഷെ ഇന്ന് അമ്മമാർ പഠിപ്പിക്കാനല്ല. വേഗം ഒരു സർട്ടിഫിക്കറ്റ്. വിദ്യാഭ്യാസം എന്തിനും ജോലിക്കല്ല, അത് ഒരുപാട് ലക്ഷ്യങ്ങളിലൊരു ലക്ഷ്യം മാത്രമാണ്. സ്ത്രീകൾക്ക് നല്ല സർട്ടിഫിക്കറ്റ് കയ്യിൽ വേണം. അതെന്തിനറിയോ? ആ സർട്ടിഫിക്കറ്റ് കയ്യിൽ വാങ്ങി ഉടനെ ജോലിക്ക് പോകാനല്ല. പിന്നെന്തിനാ കുട്ടികളൊക്കെ വളർന്ന് വലുതായൊക്കെ ആളായി വരുന്നതിനിടയിൽ ഭർത്താവിന് വല്ല ആക്സിഡൻറ്റോ ഭർത്താവ് മരിച്ചു പോവുകയൊക്കെ ആയാൽ ഒക്കെ ഒരു ജോലി വേണം.
അതിനോളെ കയ്യിൽ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ ഓള് നന്നായി പഠിക്കണം. എന്തിനാ? എൻ്റെ ഭാര്യ MR B.Ed വരെ പഠിച്ചു. ഓളിനോട് ചോദിച്ചു നിങ്ങളിനെ പറഞ്ഞേക്കോ ജോലിക്ക് പറഞ്ഞു. ഞാൻ പറയും ഓ ജോലിക്ക് പറഞ്ഞിട്ട് എൻ്റെ യൂണിവേഴ്സിറ്റിയിലെ പ്രിൻസിപ്പളാക്കി. ഞാനൊരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കും, ആ യൂണിവേഴ്സിറ്റിയുടെ പ്രിൻസിപ്പളാണ്. അത് നീ പെറ്റ് കൂട്ടുന്ന മക്കളാണ് ആ യൂണിവേഴ്സിറ്റി. തോന മക്കളുള്ളൊരു ബാപ്പയാണ് ഞാൻ. 11ാമത്തെ കുട്ടി ഓൺ ദ വേലാണ്. അപ്പം എനിക്ക് എത്ര കുട്ടികളുണ്ട് നിങ്ങൾ മനസ്സിലായില്ലേ? നിങ്ങൾ മനസ്സിലായോ? ആ കുട്ടികളെ ഓള് നന്നായി പഠിപ്പിച്ചു. അതുകൊണ്ട് എൻ്റെ മക്കളെക്കുറിച്ച് എനിക്ക് ദുഃഖമല്ല കാര്യത്തിൽ. എല്ലാ ഭൗതിക കാര്യവും ഓള് പഠിപ്പിക്കും, മതം ഞാനും പഠിപ്പിക്കും, രണ്ടും കൂടി. അതാണല്ലോ വേണ്ടത്. അതുകൊണ്ട് സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നന്നായി പഠിക്കണം, നിങ്ങൾ മക്കളെ കൂടെ ഉണ്ടാവണം. ഞാൻ ഇന്ന് കഴിഞ്ഞൊരാഴ്ച എൻ്റെ മോനെ ഹോസ്പിറ്റലിലാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടിക്കറിച്ച് വരുന്നത്. എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യ. എൻ്റെ മോനെ ഓർത്തിട്ട് 5.5 വയസ്സേ ഉള്ളൂ. ഞാൻ എൻ്റെ വൈഫിനോട് കല്യാണം കഴിച്ചപ്പോൾ ഞാൻ അവളോട് പറഞ്ഞത്, ജീവിതത്തിൽ ഒരിക്കലും മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോൾ നീ വീട്ടിലില്ലാത്തൊരൊറ്റ ദിവസം ഉണ്ടായിരുന്നു. അവൾ എന്നോടൊരു കണ്ടീഷൻ വെച്ചു. എന്തറിയോ? നിങ്ങൾ പുറത്തെവിടെയും ജോലിക്ക് പോകരുത്, ഗൾഫിലൊന്നും, നിങ്ങൾ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണം. ഞാൻ അവളോടൊരു കണ്ടീഷൻ വെച്ചു, നീ മക്കൾ വരുമ്പോൾ വീട്ടിലുണ്ടാവണം. മാഷാ അല്ലാഹ്, ഈ നിമിഷം വരെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്തുകൊണ്ട്? മക്കളെ സ്വീകരിക്കാനും സ്നേഹിക്കാനും ബാപ്പല്ല, ഉമ്മല്ല, സമയമല്ല. എൻ്റെ മോളിനോട് പറയണ്ട ആയിഷ, ഞാൻ ചോദിച്ചു നല്ല വാപ്പിയാണോ? ഞാനത് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു നല്ല വാപ്പിയാണ്. പക്ഷേ ഞാൻ ചോദിച്ചു എന്താ മോളെ ഒരു പക്ഷേ? വാപ്പാനെ ഞങ്ങൾക്ക് കിട്ടുന്നില്ലല്ലോ. വാപ്പ നല്ല വാപ്പയാണ്, പക്ഷെ വാപ്പാൻ്റെ കൂടെ ഞങ്ങൾക്ക് സമയം കിട്ടുന്നില്ലല്ലോ. ഞാൻ നിങ്ങളോട് ചോദിക്കുക, മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എത്ര പേര്? നിങ്ങൾ നോക്ക്, ഇബ്രാഹിം നബി അള്ളാഹിനോട് പറയാണ് റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, പടച്ചവനൊരു സാലിയായ കുട്ടിനെ തരണേ. എന്നിട്ട് ആ കുട്ടിനെ അള്ളാഹ് കൊടുത്തപ്പോൾ ഇബ്രാഹിം നബി കയ്യും പിടിച്ചെടുക്കുക, മോനെ ഇങ്ങോട്ട് വാ, കാബ പടുക്കുക. ബാപ്പാൻ്റെ കൂടെ മകൻ കല്ലെടുത്ത് കൊടുക്കുക. നേരെ വിളിച്ചാൽ ഈ അടുത്ത കാലത്ത് ഒരു നാട്ടിൽ ചെന്നിട്ടൊരു വലിയ പള്ളി ഉദ്ഘാടനം ചെയ്തെടുത്ത് പോയി. അപ്പോൾ അവിടെ ഒരാൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ എനിക്കൊരു സങ്കടം പറയാനുണ്ട്. ഞാൻ ചോദിച്ചു എന്താ സങ്കടം? എന്നാലും ഈ പള്ളിയൊക്കെ ഉണ്ടാക്കി ഞാനാണ്, ഇതിൻ്റെ പൈസയൊക്കെ മുഴുവൻ മുടക്കി ഞാനാണ്, ഇവിടെ പരിസരത്തുള്ള കുട്ടികളൊക്കെ വരും, എനിക്കൊരു ദുഃഖമുണ്ട്. ഈ പള്ളിയിൽ വരാത്ത ഏക ആൾ എൻ്റെ മോൻ മാത്രമാണ്. ഒരു മനുഷ്യൻ്റെ ദുഃഖം ആലോചിച്ച് നോക്കണങ്ങൾ. ഇബ്രാഹിം നബിൻ്റെ കയ്യും പിടിച്ച് പള്ളി, എന്നിട്ട് രണ്ടാളൂടി പ്രാർത്ഥിക്കുക റബ്ബന തഖബ്ബൽ മിന്ന. ആ ബാപ്പയും മോനും തമ്മിലുള്ള ചെങ്ങാത്ത നോക്കുങ്ങൾ. യൂസുഫ് നബീനെ കാണാതെ കരഞ്ഞു കലങ്ങിയ ബാപ്പാൻ്റെ കണ്ണ് നോക്ക്. നമുക്ക് മക്കളെക്കുറിച്ച് സങ്കടമില്ല, കണ്ണീരില്ല, ദുഃഖമില്ല, ആകുലതല്ല. ഒരു കുട്ടി പോവുകയാണെന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു കാര്യം പറയാം, ഇപ്പോൾ മക്കൾ പെൺകുട്ടികൾ വരെ ഉമ്മാൻ്റെയും ബാപ്പാൻ്റെയും സമ്മതമല്ലാതെ ആൺകുട്ടികളുടെ കൂടെ പോവുക. അതുപോലെ ആൺകുട്ടികൾ കമ്പനിയായിട്ട് ഇൻറ്റിമേറ്റ് ഫ്രണ്ട് കണ്ട് വീട്ടിൽ വരിക. എന്നിട്ട് മോളെ റൂമിൽ അന്യ ആൺകുട്ടികൾ ഇരിക്കുക. എന്നിട്ട് ഉമ്മോൾക്ക് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുക. എത്ര ദയനീയമായൊരു വീടാണത്, എത്ര വിവരം കെട്ടൊരു വീടാണത്. നമ്മുടെ മക്കളെ നിരന്തരമായി ഒരിക്കലും ഓലെ ശല്യപ്പെടുത്തരുത്. എപ്പോഴും ഓലെ മേലൊരു കണ്ണുണ്ടായാൽ മതി, ഒരു കണ്ണുണ്ടായാൽ മതി. മക്കൾ ഇന്ന് എന്തായിരുന്നു, അവിടെ സ്കൂളിൽ നിന്ന് എന്തൊക്കെയാണ്, നിങ്ങൾ കൂട്ടുകാരാരാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം സ്കൂളിൽ ചെന്ന് എനിക്ക് അവിടെ നിന്ന് പറ്റാത്തൊരിത് വന്നു. ഒരു മുജാഹിദ് പ്രസ്ഥാനം നടത്തുന്ന സ്ഥാപനത്തിൽ ഞാൻ അതിൻ്റെ അധികൃതരുമായി നന്നായിട്ട് രൂക്ഷമായി തെറ്റിപ്പിരിഞ്ഞു. എന്താ കാരണം? കുട്ടികളെ അവിടെ കല എന്ന് പറഞ്ഞിട്ട് മ്യൂസിക് ഇട്ടിട്ട് ഡാൻസ് ചെയ്യിപ്പിക്കുക. അപ്പം ഞാൻ അവിടെ ചോദിച്ചു, നിങ്ങളൊക്കെ എന്ത് നവോത്ഥാനത്തിനെ പറ്റിയാണ് ഈ പറയുന്നത്? എന്ത് നബിയെ പറ്റി ഞങ്ങൾ മെമ്പറിൽ? അതിൻ്റെ ഡയറക്ടർ ബസ്സിലിരിക്കുന്ന ആൾ അറിയപ്പെട്ട ഒരു ടൗണിലെ പള്ളിയിലെ ഖതീബ, പേരൊന്നും ഞാൻ പറയില്ല, എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. ഞാൻ അദ്ദേഹത്തിന് വോയിസ് വിട്ടു, സങ്കടം പറഞ്ഞു. ഞാൻ നമ്മുടെയൊക്കെ സ്കൂളുകൾ ഇങ്ങനെ ആയി തീർന്നാൽ ബാക്കിയുള്ള ആളുകൾ എന്താവും ഇവിടെ? ഓർക്കാൻ വേണ്ടിയാണ് ഞാൻ പറയണേ. അതുകൊണ്ട് ഈ നാട് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലെത്താനുള്ള വഴി, ഞാൻ നേരത്തെ പറഞ്ഞ ആയത്ത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. ഒരു മുസ്ലിമിൻ്റെ വീട് എന്താണ് അത് പറയാൻ ഞാൻ പറഞ്ഞത്. 33-ാം അധ്യായം 34. വദ്കുർന മാ യുത്ലാ ഫീ ബുയൂതികുന്ന മിൻ ആയാത്തില്ലാഹി വൽ ഹിക്മ. ഒന്ന് അർത്ഥം വെച്ച് നോക്ക്. വദ്കുർന മാ യുത്ലാ ഫീ ബുയൂതികുന്ന, നിങ്ങളുടെ വീട്ടിൽ വെച്ച് പാരായണം ചെയ്യപ്പെടുന്ന ഖുർആനും സുന്നത്തും ഓർക്കുക. എന്ത്? നമ്മളൊക്കെ ഇപ്പോൾ വീട്ടിലേക്ക് പോകും. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജുണ്ട്, മൾട്ടിപർപ്പസ് ഫ്രിഡ്ജ് ഉണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, എല്ലാതും ഉണ്ട്. എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ട്. 3000 റുപ്യ, 30,000 റുപ്യ, 40,000 റുപ്യൻ്റെ ഒക്കെ. പക്ഷേ 3000 റുപ്യയൊക്കെ കിട്ടുന്ന അമാനുവലിൻ്റെ 8 വോളിയം നമ്മുടെ വീട്ടിലുണ്ടോ? വദ്കുർന മാ യുത്ലാ ഫീ ബുയൂതികുന്ന മിൻ ആയാത്തില്ലാഹി വൽ ഹിക്മ. ഖുർആനും സുന്നത്തും വീട്ടിൽ ഓർക്കുക. അപ്പൊ ഹദീസ് ഗ്രന്ഥവും വേണം, ഖുർആനും. വൈദാ ഖീല ലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹ് വഇല റസൂലി ഖാലൂ ഹസ്ബുനാ മാ വജദ്നാ അലൈഹി അബാഅന. സൂറത്ത് മാഇദയുടെ 104-ാമത്തെ വചനം. അള്ളാഹ് അവതരിപ്പിച്ചതിലേക്ക് റസൂലിൻ്റെ വചനത്തിലേക്കും വരൂ എന്നവരോട് പറയപ്പെട്ടാൽ അവർ ഞങ്ങളുടെ കാരണവന്മാർ ജീവിച്ച പോലെ മതി.
അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരു മാറ്റത്തിന് നമ്മൾ തയ്യാറാകണം. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു ജനത സ്വയം മാറ്റത്തിന് തയ്യാറാകാത്ത കാലത്തോളം അള്ളാഹു മാറ്റൂല എന്നാണ്. ഇനി ഒരു വാചകം കൂടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുമ്പോൾ ആ രംഗം ഒരു ചരിത്രകാരൻ വിവരിക്കുന്നുണ്ട്. നബി ലോകത്തോട് വിട പറയുമ്പോൾ പലിശ വാങ്ങാത്ത, പലിശ കൊടുക്കാത്ത, അന്യ സ്ത്രീയുമായി ശരീരം പങ്കുവെക്കാത്ത, ചുറ്റും കറുത്ത് തമോമയമായി ഇരുൾമുറ്റും ഇരവിതിൽ ഏകാകിയാണു ഞാൻ, കൂട്ടിനൻ തോഴനില്ലായികയാൽ എൻ നിദ്ര പറന്നുപോയോ. എൻ്റെ ഭർത്താവ് പട്ടാളത്തിലാണ്, എനിക്ക് വേണമെങ്കിൽ ഒരു പുരുഷൻ അവിടെ വിളിച്ചു വരുത്താം, നല്ല തണുപ്പുള്ള രാത്രിയാണ്, പക്ഷേ നാഥ ഞാൻ നിന്നെ ഭയപ്പെടുന്നത് കൊണ്ട് അലം യഅലംബി അന്നല്ലാഹ യറ, അല്ല സദാ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു. എവിടെയാണെങ്കിലും അല്ല നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ ഉത്തമ ബോധ്യമുള്ള മക്കളെ വളർത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇങ്ങനെ ഹാരിസ് ബിൻ സലീമിൻ്റെ ഒരു ഖുതുബ ഇങ്ങനെ കേട്ടു. പിതാവ് നല്ല അധ്യാപകനാണ്, അങ്ങനെ എന്തോ ഒരു വിഷയം. അതിൽ ഏറ്റവും പ്രധാനമാണ് സ്വന്തം മാതാപിതാക്കൾ മാതൃകയല്ലെങ്കിൽ, യാ ബുനയ്യ യാ ബുനയ്യ യാ ബത്തി യാ ബത്തി യാ ബത്തി എന്ന് ഇബ്രാഹിം നബി വിളിക്കുമ്പോൾ ഇബ്രാഹിം നബി മാതൃകാ യോഗ്യനായൊരു മകനായിരുന്നു. യാ ബുനയ്യ യാ ബുനയ്യ എന്ന് വിളിക്കുമ്പോൾ ലുഖ്മാനുൽ ഹക്കീം മാതൃകാ യോഗ്യനായൊരു പിതാവായിരുന്നു. മറിയം ബീവി മാതൃകാ യോഗ്യയായ ഒരു മാതാവായിരുന്നു. ആസിയ ബീവി മാതൃകാ യോഗ്യയായ ഒരു സമൂഹത്തിന്റെ പ്രതിനിധിയായിരുന്നു. പക്ഷെ നമുക്കത് കഴിയുന്നില്ല, നമുക്കത് സാധ്യമല്ല എന്നൊരവസ്ഥ. അതുകൊണ്ട് ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു ജനത സ്വയം മാറ്റത്തിന് തയ്യാറാകാത്ത കാലത്തോളം അള്ളാഹ് മാറ്റൂല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ആദ്യ കാര്യം എന്താ അറിയോ? ഇപ്പൊ ഇത് 2023 ജാനുവരിയാണ്. ഈ വർഷം മുതൽ നിങ്ങൾ 3 ആയത്ത്, നേരത്തെ ഇവിടെ പ്രസംഗിച്ചപ്പോൾ മുനവർ പറഞ്ഞു ഒരായത്ത്, ഞാൻ അങ്ങനെയല്ല പറയുന്നത്, ഒരു ദിവസം 3 ആയത്ത്. 6 കൊല്ലം കൊണ്ട് ഖുർആൻ കംപ്ലീറ്റ് തീരും. ഒന്നുകൂടി മനസ്സിലായിക്കോളി. ഒരു ദിവസം 3 ആയത്ത്. ഒരു ദിവസം ഒരാൾ ഒരു 10 മിനിറ്റ് ഇരുന്ന് 3 ആയത്ത് അമാനുമലയുടെ പരിഭാഷ വെച്ച് ഈ 2023 തുടങ്ങിയാൽ 2029 ജനുവരി പിറക്കുമ്പോൾ 114 അധ്യായം അർത്ഥസഹിതം അയാൾ പഠിക്കും. എത്ര സമയം മൊബൈലിൽ തോണ്ടി നമ്മൾ നേരം പഠിപ്പിക്കുന്നുണ്ട്? ഒരു അള്ളാഹുവിൻ്റെ കലാമിൽ നിന്നൊരു 3 ആയത്ത്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഖുർആൻ പഠിപ്പിക്കുന്നവനേക്കാൾ ഉത്തമനായി ആരുണ്ട് എന്നാണ് ചോദ്യം. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളോടൊക്കെ എന്നൊരു പ്രതിജ്ഞ എടുക്കുക. എന്താ പ്രതിജ്ഞ? ഖുർആനിൽ നിന്നൊരു 3 ആയത്ത്. അപ്പം മൊഴിയൊന്നും കളയാതെ പിളയാതെ ചെന്നോർക്ക് മണിമേടം സ്വർഗത്തിൽ ന്യായം കൊടുക്കുന്ന, വള്ളിക്ക് പുള്ളിക്ക് വ്യത്യാസമില്ലാതെ മൊയ്തീമാല ചെല്ലിയാൽ സ്വർഗത്തിൽ മണിമേടം കൊടുക്കും. അള്ളാന്റെ റസൂൽ ഈ മൊയ്തീമാല കണ്ടിട്ട് തന്നെയല്ല. അബൂബക്കർ സിദ്ദീഖ് ഓതിയത് ഖുർആനാണ്, അവർ പഠിച്ചത് സുന്നത്താണ്. അതുകൊണ്ട് ഖുർആനും സുന്നത്തും പഠിക്കാനും സച്ചരിതരുടെ മാർഗങ്ങൾ അവലംബിക്കാനും നാം സന്നദ്ധരാകണം. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലയും ഖുർആൻ വെച്ചിട്ട് തട്ടിച്ചു നോക്കണം. ഞാൻ ഈ വിഷയത്തിൽ എന്ത് വഴിയാണ് സ്വീകരിക്കേണ്ടത്? ഞാൻ ലളിതമായൊരു ഉദാഹരണം പറയാം. ഞാൻ BJP പെട്ട ആളുകൾ നമ്മൾ സ്റ്റേജിൽ ക്ഷണിച്ചു എന്ന് വിചാരിക്കുക. ഒരു ഉദാഹരണം പറയും, ഖുർആൻ കൊണ്ടുള്ള ഒരു ഉദാഹരണം പറയും. ക്ഷണിച്ചു, അവർ ശത്രുക്കളാണ്, നമുക്ക് ഉറപ്പാണ്. അവർ വന്ന് നമ്മുടെ സ്റ്റേജിലിരുന്നു. അത് വിമർശനമായി എന്ന് വിചാരിച്ചോ? അത് വിമർശനമായി എന്ന് വിചാരിച്ച ഓതണ്ടായത്ത് സൂറത്ത് തൗബയിൽ 6 അല്ല, ഓതണ്ടായത്ത് സൂറത്ത് മുംതഹനയിലെ 7-ാമത്തെ ആയത്താണ്. ആ ആയത്ത് ഓതിയിരുന്നെങ്കിൽ ഒരു വിവാദവും ഉണ്ടാവുമായിരുന്നില്ല. പക്ഷെ തൗഫീഖ് ഉണ്ടായില്ല. തൗഫീഖ് ഉണ്ടാണെങ്കിൽ കൽബ് നന്നാകണം. കൽബ് നന്നാകാത്തതുകൊണ്ട് തൗഫീഖില്ല. ശരിക്കും മനസ്സിലാക്കിക്കോളി. അതെന്താ പറയാൻ കാരണം, ഞാൻ നിങ്ങൾക്ക് ആ വാചകം ഒന്ന് വായിച്ച് നിങ്ങൾ എന്നെ ഞെട്ടിപ്പോവും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അത് ദുർവ്യാഖ്യാനം ഒന്നുമല്ല. നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചത് കേട്ടോളൂ. സൂറത്ത് മുംതഹന 60-ാം അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വളരെ കാതലായ ഒരു കാര്യമുണ്ട്. അതെന്താ? സൂറത്ത് മുംതഹനയിൽ നിങ്ങൾ നോക്കി 7-ാമത്തെ വചനം നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു നോക്കി. ആ ആയത്തെ ഓതുന്നെങ്കിൽ എന്ത് മെച്ചുണ്ടാകുകയായിരുന്നു, സമൂഹത്തിൻ്റെ മുമ്പിൽ എന്തുമാത്രം വിജയം ഉണ്ടാകുകയായിരുന്നു. പക്ഷെ തൗഫീഖ് ഇല്ലാതായിപ്പോയി. അതെന്താ? കേട്ടോളൂ നിങ്ങൾ. സൂറത്ത് മുംതഹന 60-ാം അധ്യായം 7-ാമത്തെ വചനം. അസല്ലാഹു അൻ യജ്അല ബൈനകും വബൈനൽ ലദീന ആദൈതും മിൻഹും മവദ്ദതൻ വല്ലാഹു ഖദീറുൻ വല്ലാഹു ഗഫൂറുർ റഹീം. ഇതായിരുന്നു സമ്മേളനത്തിന്റെ സമാപനത്തിൽ ഉദ്ധരിച്ചതെങ്കിൽ ഒരാക്ഷേപം ഉണ്ടാവില്ലായിരുന്നു. അതെന്താ? അതിന്റെ അർത്ഥം ഒന്ന് കേട്ടോളിട്ട് നിങ്ങൾ. നിങ്ങൾക്കും അവരിൽ നിന്ന് നിങ്ങൾ
ശത്രുത പുലർത്തിയവർക്കും ഇടയിൽ അള്ളാഹു സ്നേഹബന്ധമുണ്ടാക്കിയേക്കാം. അള്ളാഹു കഴിവുള്ളവനാണ്, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാവാരിധിയുമാണ്. നിങ്ങൾക്കും ആർക്കിടയിലാണോ ശത്രുത, അവർക്കിടയിൽ ആജീവനാന്ത ശത്രുതയില്ല. അള്ള വിചാരിച്ച ഞങ്ങളുടെ ഹൃദയത്തെ ഒന്നാക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു അവസ്ഥ അള്ള സൃഷ്ടിക്കുമെങ്കിൽ അതായിക്കോട്ടെ എന്ന് വിചാരിച്ചെങ്കിൽ ഒരാൾക്കും ഒരു വീഡിയോവും ഒരു സ്റ്റുഡിയോയിലിരുന്ന് ഒരു പ്രസംഗവും ചെയ്യേണ്ടി വരുമായിരുന്നില്ല. കാരണം ഈ ആയത്ത് ഇതിന് ഫിറ്റാണ്, മറ്റേ ആയത്ത് ഇതിന് ഫിറ്റല്ല, അത് ദുർവ്യാഖ്യാനാണ്, തൗഫീഖില്ലാതായി പോയതാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയണത്, നമുക്ക് എന്ത് കാര്യവും ഖുർആനിന് തെളിവ് നോക്കി അതിലുണ്ടാവും. പക്ഷെ അത് സത്യസന്ധമായ നിലപാടാണെങ്കിൽ നമുക്ക് ഏത് കാര്യത്തിലും നമുക്ക് തെളിവുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ദുർവ്യാഖ്യാനികൾ. അതുകൊണ്ട് ഒന്നുകൂടി ഞാൻ പറയും, ഈ വേദഗ്രന്ഥം അവതരിപ്പിച്ചത് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാനാണ്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലത്തി ഹിയ അഖ്വം, ഏറ്റവും ചൊവ്വായതിലേക്ക് നയിക്കുന്ന ഗ്രന്ഥം. 17 അധ്യായം 9 വചനമാണ്. ഒരായത്ത് കൂടി കേട്ടോളി. 2 ഖുർആനിക വചനം കൂടി ഈ വിഷയത്തിൽ കേട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ അവസാനത്തിലേക്ക് വരികയാണ്. ആ 2 ഖുർആനിക വചനം സവിശേഷമായി ശ്രദ്ധിക്കാൻ. 40 അധ്യായം സൂറത്ത് മുഹമ്മദ് 24 വചനാണ്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അതിൽ അള്ളാഹു പറയാണ്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, അവരവരുടെ ഹൃദയത്തെ പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ, അള്ളാഹുവിൻ്റെ ഖുർആനെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ലേ? അപ്പൊ ഹൃദയം പൂട്ടിട്ട് വെക്കാതെ ഖുർആനെ നേരെ തിരിച്ചു വെക്കുക, അതാണ് ഒരു ഖുർആനിക വചനം. 2ാമത്തെ ഖുർആനിക വചനം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു പരാതിയാണ്. വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, എൻ്റെ ഉമ്മത്ത് ഖുർആനിനെ അഗണ്യകോടിയിലേക്ക് തള്ളിക്കളഞ്ഞു. ഇത് 25 അധ്യായം സൂറത്ത് ഫുർഖാൻ 30 വചനമാണ്. അതുകൊണ്ട് ഇന്ന് നമ്മളൊരു തീരുമാനം എടുക്കുകയാണ്. ഈ ക്ലാസ്സിലൂടെ, ഈ വിജ്ഞാനവേദിയിലൂടെ, ഈ നമ്മൾ ഈ പറഞ്ഞ ഈ വിഷയം ഉണ്ടല്ലോ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പോകണമെങ്കിൽ ജനങ്ങളെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബ്ലനാ 29 അധ്യായം സൂറത്ത് അങ്കബൂത്ത് 69 വചനമാണ്. അധ്യായത്തിൻ്റെ അവസാന വാചകമാണ്. ആ വാചകത്ത് പറയണമെന്നറിയോ, നിങ്ങൾ പരിശ്രമിച്ചാലേ നിങ്ങളെ ഞാൻ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരും. നിങ്ങൾ പരിശ്രമിക്കുക, എങ്കിൽ നിങ്ങളെ ഞാൻ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലെത്തിക്കും. അള്ളാഹു പ്രകാശം നൽകാത്തവന് പ്രകാശമില്ല, അള്ള നൽകിയ പ്രകാശത്തിൽ കഴിയുന്നവൻ. അതാണ് 6 അധ്യായം സൂറത്ത് അനാമിൻ്റെ 122 പറയണമെന്നറിയോ, അള്ള ഒരാൾക്ക് പ്രകാശം നൽകി, അള്ള ഒരാൾക്ക് പ്രകാശം നൽകിയില്ല. അള്ള പ്രകാശം നൽകിയവൻ ജനങ്ങൾക്കിടയിൽ ചുറ്റിക്കറങ്ങി ദീന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ ഇരുട്ടിൽ കഴിയുന്ന ഒരുത്തൻ്റെ കഥ വേറെയാണ്. അത് സൂറത്ത് അനാമിലെ 122 വചനമാണ്. ആ വചനം നമ്മൾ ശരിക്കും ഓർക്കണം. അതുപോലെ ഔക്കലുമാത്തിൻ, അതാ ആ ഇരുട്ടിനെ പറ്റി പറഞ്ഞപ്പോഴും പറഞ്ഞു, ചില മനുഷ്യന്മാരുടെ മനസ്സ് ഇരുട്ടായിരിക്കും. ആ ഇരുട്ട് മാറാനുള്ള ഏക വഴി അള്ളാൻ്റെ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് വൈൻ കാനൂ മിൻ ഖബ്ലു ലഫീ ദലാലിൻ മുബീൻ എന്ന് പറഞ്ഞ് വ്യക്തമായ വഴികേടിലായിരുന്നൊരു ജനതയെ നാം മാറ്റിയെടുത്തു എന്ന് പറഞ്ഞ്. അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള വഴി സമസ്തയുടെയോ വേറെ പ്രസ്ഥാനങ്ങളുടെയോ വഴിയല്ല. എനിക്ക് തന്നെ അത്ഭുതം തോന്നാറുണ്ട്. നമ്മൾ നേർപ്പദം വായിക്കും, നേർപ്പദം കിട്ടിയാൽ നമ്മുടെ വാരിക എന്നുള്ളവർക്ക് വായിക്കും, പ്രബോധനം ജമാഅത്തെ ഇസ്ലാമി വായിക്കും, റിസാല സുന്നികൾ വായിക്കും. പക്ഷേ ഈ മതസംഘടനകളൊന്നും ഖുർആൻ വായിക്കുന്നില്ല. അവനവൻ്റെ പത്രം വായിക്കും, അവനവൻ്റെ വീക്കിലി വായിക്കും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖൈറുൽ കലാമി കലാമുല്ലാഹ് എന്ന ഈ ഖുർആൻ കൃത്യമായിട്ട് വായിക്കുകയും പഠിക്കുകയും ഡെയിലി നിങ്ങൾ ഖുർആനായിട്ട് ബന്ധപ്പെട്ടാൽ കിട്ടുന്ന ഒരു ആനന്ദവും ഒരു ലഹരിയുണ്ട്. ഖുർആനിലൂടെ ഇങ്ങനെ കടന്നു പോകും. പിന്നെ എനിക്കൊക്കെ എപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം, ഒരു വചനത്തിലൂടെ കടന്നുപോയാൽ 10 കൊല്ലം കഴിഞ്ഞാലും സൂറത്ത് ഖസസിലെ ഇന്ന വചനം ഞാൻ അന്ന് കടന്നുപോയത് ഓർമ്മ വരിക. എന്താ കാരണം? ഒന്നുമില്ല, ആ നോക്കണ സമയത്ത് ഞാൻ ഖുർആനാണ് നോക്കണമെന്നുള്ളൊരു ബോധ്യം ഉണ്ടായാൽ മതി. നല്ല മനസ്സംതൃപ്തി തോന്നുന്ന സമയത്ത്, ക്ഷീണമില്ലാത്ത സമയത്ത്, രാത്രി ഉറക്കം നിങ്ങട്ട് എഴുന്നേറ്റ് ഒന്ന് കുളിച്ചിട്ടോ ഉതെടുത്തിട്ടോ 2 റക്അത്ത് നിസ്കരിച്ച് തഹജ്ജുദ് നിസ്കരിച്ചിരുന്ന് അള്ളാൻ്റെ ഖുർആനൊന്ന് കണ്ടുനോക്ക്. കാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊന ബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ 56 അധ്യായം 17-18 വാചക. രാത്രി ഉറക്കൊഴിയുന്നവരും കുറച്ചുറങ്ങുന്നവരും അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുന്നവരും. ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, നമ്മുടെ മനസ്സിലൊക്കെ ബേജാറും വിഷമമുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. എന്താ അതെന്ന് ചോദിച്ചാൽ, ഞാനൊക്കെ ഒരുപാട് പാപങ്ങൾ ചെയ്തവരാണല്ലോ. പടച്ചോനെ എനിക്ക് നീ പുറത്തു തരും. പുറത്തു തരും സുഹൃത്തുക്കളെ, അള്ള പുറത്തു തരും. നിങ്ങൾ നോക്കൂ, ലോകത്തെ ഏറ്റവും വലിയ തിന്മ ശിർക്ക. അള്ള ഖുർആൻ്റെ 25-68 പറയണെന്തറിയോ? ആ 68-ൽ 3 തിന്മനെ പറ്റിയാണ് പറയുന്നത്. 1 ശിർക്ക്, 2 വ്യഭിചാരം, 3 കൊലപാതകം. ഇത് 3ഉം ചെയ്ത കടുത്ത ശിക്ഷയാണെന്ന് അള്ളാഹ് അവിടെ പറയുന്നത്. എന്നിട്ട് അള്ളാഹു പറയണെന്തറിയോ? പശ്ചാത്തപിക്കുകയും ഈമാൻ ഉൾക്കൊള്ളുകയും നിലപാട് നന്നാക്കുകയും ചെയ്താൽ
ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത് വകാന അല്ലാഹു ഗഫൂറർ റഹീമ. ആ പാപം മുഴുവൻ അല്ലാഹ് മായ്ച്ചു കളഞ്ഞ് ഒരു ബോർഡിൽ നിന്ന് കുട്ടികൾക്ക് എഴുതി കൊടുത്തത് ഡസ്റ്റർ കൊണ്ട് മായ്ക്കണ പോലെ അല്ലാഹു മായ്ച്ചു കളഞ്ഞ് മലക്കുകൾ രേഖപ്പെടുത്തിയ കിതാബിൽ നിന്ന് വനുഖ്രിജു ലഹു യൗമൽ ഖിയാമ കിതാബൻ യൽഖാഹു മൻശൂറാ ഇഖ്റഇ കിതാബക്. ആ കിതാബിൽ നിന്ന്, അത് 17 അധ്യായം 13-14 വാചകമാണ്. അവിടെ നിന്ന് അള്ളാഹു ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് അവിടെ പകരം പുണ്യം രേഖപ്പെടുത്തി തരുന്ന അള്ളാഹ് പറയുന്നത് എവിടെ? 25, 68, 69, 70. വേറൊരു സ്ഥലത്ത് അള്ളാഹ് പറയും വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ ഔ ളലമു അൻഫുസഹും സക്കറുല്ലാഹ്. വല്ല തെറ്റും സ്വന്തത്തോട് ചെയ്താൽ അള്ളാഹിനെ ഓർമ്മ വന്നിട്ട് അള്ളാഹുവിലേക്ക് പൊറുക്കലിനെ തേടിക്കോ. തെറ്റുകൾ കൂമ്പാരമായി നീ ചെയ്താലും നീട്ടുന്ന കൈകൾ തട്ടാത്ത റബ്ബാ. പിന്നെയും എത്ര വലിയ തെറ്റ് ചെയ്താലും പടച്ചോനിലേക്ക് കൈ നീട്ടിക്കോന്ന്. അതുകൊണ്ട് ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ തെറ്റുകളൊക്കെ അള്ളാഹുവിനോട് ഏറ്റു പറയുകയും. സൂറത്ത് ആലംബ്രാലെ 135 വചന, സൂറത്ത് സുമറിന്റെ 53 വചനം എന്താ അറിയോ? നബിയെ അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. ആകാശം മുട്ട പാപം ചെയ്ത എൻ്റെ അടിമകളോട് പറ, ഞാൻ അവർക്ക് പുറത്തു കൊടുക്കുക, എൻ്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാകരുത് എന്ന് പറ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും, നമ്മളെപ്പോലെ ഒരു തെറ്റും ചെയ്യാത്ത നബി പോലും, നിങ്ങൾ ചിന്തിച്ച് നോക്ക്, 100 തവണയാണ് പൊറുക്കലിനെ തേടുന്നത്. റബ്ബി ഉഫ്ർലി ദുനൂബി, റബ്ബി ഉഫ്ർലി ദുനൂബി. എത്ര തവണ! അതുകൊണ്ട് റബ്ബിനോട് പൊറുക്കലിനെ തേടുകയും നമ്മുടെ വീടിനെ ഇസ്ലാമീകരിക്കുകയും നമ്മുടെ മക്കളുമായി കൂടുതൽ ബന്ധപ്പെടുകയും അവരുടെ കൂട്ടുകാരാരാണെന്നറിയുകയും അവരെ കമ്പനി ഏതാണെന്ന് വിലയിരുത്തുകയും സ്ത്രീകൾ പ്രത്യേകമായി അവരെ ശ്രദ്ധിക്കുകയും നമ്മുടെ വീട്ടിൽ അമിതമായ മൊബൈൽ ഉപയോഗത്തെ കൺട്രോൾ ചെയ്യുകയും യുക്തിവാദി നിരീശ്വരവാദി പ്രസ്ഥാനങ്ങളിൽ നിന്ന് മക്കളെ ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യാൻ തീരുമാനിച്ചാൽ ഇരുട്ട് മാറി സുന്ദരമായ ഒരു പ്രകാശത്തിൻ്റെ തറക്തുക്കും മലൽ മഹിജ്ജത്തിൽ ബൈലാ ലൈലുഹാ കനഹാരിഹാ, പ്രകാശപൂരിതമായൊരു പാതയിൽ നിങ്ങളെ വിട്ടേച്ചുകൊണ്ടാണ്, പ്രകാശപൂരിതമായ ഒരു പാതയിൽ നിങ്ങളെ വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ കടന്നു പോകുന്നത്. അതിൻ്റെ രാത്രി പകലിനെ പോലെ പ്രശോഭിതമാണ്. അത്രയും സുവ്യക്തമായ ഒരു മതത്തിലാണ് നമ്മൾ. അങ്ങനെ നമ്മളെ ഈ മതത്തിൽ ചേർത്ത അള്ളാഹുവിന് സർവസ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. കൂടുതൽ പഠിക്കാനും കൂടുതൽ മനസ്സിലാക്കാനും കൂടുതൽ തസ്കിയത്ത് ക്യാമ്പുകൾ വെക്കാനും കൂടുതൽ വലിയ വലിയ സംരംഭങ്ങളിലേക്ക് പോകാൻ നമുക്ക് സാധിക്കണം. ഒരു വലിയ സമ്മേളനവും കാര്യവുമൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രസ്ഥാനം സംഘടിപ്പിക്കും. കൂടുതൽ ദൈവത്തിലേക്ക് നമ്മൾ ഊന്നി നിൽക്കും. എല്ലാവരും അതിനോട് സഹകരിക്കുകയും ദുആ ചെയ്യുകയും നിങ്ങളെല്ലാവരും ഖുർആനും സുന്നത്തും നബിയുടെ ചരിത്രവും ശരിക്കും പഠിക്കാൻ ശ്രമിക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ചിന്മകളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നാളെ മഹ്ശറയിൽ എരിപൊരുകൊള്ളുന്ന വെയിലത്ത് അർശിൻ്റെ തണം നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മുഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء والأموات ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.